EGU+ൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഫിസിക്സിലെ ചാപ്റ്റർ 19 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നല്ല ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ്. അപ്പോൾ സിംപ്ലി നമുക്ക് പറയാം, ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പം കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫിനോമിനൻ ഡിസ്കവേർഡ് ചെയ്തത് നമ്മുടെ മൈക്കൽ ഫാരഡേ ആണ് 1831. അതുകൊണ്ടാണ് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ എന്നും കൂടെ ഇതിൻ്റെ നെയിമിങ് വരുന്നത്. It also be understood in terms of electromagnetic force, which is the voltage generated when there is a change in the magnetic environment of a conductor. അതായത് നമ്മുടെ ഒരു കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉള്ളതാണെങ്കിൽ, അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലെക്സിലോ ആ ഫീൽഡ് ലൈൻസിലോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇതിനെയാണ് ഈ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ ടേംസിലുമാണ് നമ്മൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് പറയുന്നതും ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുമ്പോഴാണ്, ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് ഓവർ ടൈം ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ചേഞ്ചസ്, സോ കോസിങ് ആൻ EMF ടു ബി ഇൻഡ്യൂസ്ഡ്. അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലെക്സിലും ചേഞ്ചസ് വരാം. ഇതെന്തിന് കാരണമാകുന്നുണ്ട്? ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നതാണെങ്കിൽ മൂവിങ് കണ്ടക്ടർ. ദാറ്റ് ഈസ് ഇഫ് എ കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ഒരു വയർ ലൂപ്പാണെന്ന് കൺസിഡർ ചെയ്യാം. മൂവ്സ് വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ് ചേഞ്ചസ്, ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ചേഞ്ചസ് ആൻഡ് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ്. നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ തന്നെയാണ്, പക്ഷേ ഇതിപ്പോൾ നമ്മൾ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ആ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലോ അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിലോ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി റിലേറ്റീവ് മോഷനെ വെച്ച് നോക്കുന്നതാണ് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നതാണെങ്കിൽ എ സ്റ്റേഷൻ in magnetic field and a moving conductor can also induce an EMF due to change in flux. ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, അതായത് അവിടെ തന്നെ യൂണിഫോമായിട്ട് നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവിങ് കണ്ടക്ടർ വരുമ്പോഴും EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. സോ ഈ ഒരു ലോ സ്റ്റേറ്റ് ദാറ്റ് the magnitude of the EMF induced in a circuit is directly proportional to the rate of change of the magnetic flux through the circuit. ഒരു സർക്യൂട്ടിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദി സർക്യൂട്ട്. ആ ഒരു സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലെക്സിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചസിന് തുല്യമാണെന്നാണ് പറയുന്നത് ഫാരഡേൻ്റെ ലോ. ഓക്കെ, ദാറ്റ് ഈസ് EMF ഈസ് ഈക്വൽ ടു മൈനസ് d∅B ഡിവൈഡഡ് ബൈ dt. ഓക്കെ, ഇവിടെ 5B എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലെക്സിനെയാണ് കേട്ടോ. ഇത് ഡിനോട്ട് ചെയ്യുന്നത് 5B മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ്. ഓക്കെ, ആൻഡ് DT എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്സിൽ വരുന്നത്. ആൻഡ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടല്ലോ, അതിൻ്റെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബർ ആണ് കേട്ടോ, വെബർ.
MCQയിലൊക്കെ ചോദിക്കാം മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് വെബർ. നമ്മുടെ EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന ആ ഒരു വോൾട്ടേജ് അതാണ്. അപ്പോൾ വോൾട്സിലാണ് ഇത് ഇതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. V എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ ഈ ഒരു ഇക്വേഷനിൽ ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ, നെഗറ്റീവ് സൈന് വരുന്നുണ്ട്. അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ നെഗറ്റീവ് സൈൻ കംസ് ഫ്രം ലെൻസ് ലോ. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ്സ് എ കറൻറ്റ് ദാറ്റ് ഒപ്പോസിസ് ദി ചേഞ്ച് ഇൻ ഫ്ലെക്സ് അല്ലേ. അപ്പം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഒരു EMF ഒരു കറൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിന് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വരുന്നത് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇതിൽ മാഗ്നറ്റിക് ഫ്ലെക്സ് പറയുന്നുണ്ട് അല്ലേ. സോ നമുക്കൊരു ഡെഫിനറ്റായിട്ടും എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മാഗ്നറ്റിക് ഫ്ലെക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 5B എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 5B. അന്നേരം മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന പാസ് ചെയ്യുന്ന ഒരു ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B പാസിങ് ത്രൂ എ സർഫസ് ഏരിയ A ഇസ് ഗിവൺ ബൈ എന്തായിരിക്കും മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്? 5B = BA cos theta. ഓക്കെ. അപ്പം A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ ലൂപ്പ് അല്ലെങ്കിൽ ആ ഒരു കോയിലുള്ള നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനും അല്ലെങ്കിൽ ആ ഒരു സർഫസിനും ഇടയിൽ വരുന്ന ആംഗിളാണ് ഈ ഒരു കോസ് തീറ്റ വരുന്നത് കേട്ടോ. B നിങ്ങൾക്കറിയാലോ മാഗ്നറ്റിക് ഫീൽഡാണ്, A അവിടുത്തെ സർഫസ്, ആൻഡ് ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ഒരു ആംഗിളാണ് കോസ് തീറ്റ കേട്ടോ. ഇനി ഈ ഒരു ഫാരഡേസ് ലോയിൽ തന്നെ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് വെബറാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്തും കൂടെ ഒരു ന്യൂ കാര്യം കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു നെഗറ്റീവ് സൈന് ലെൻസ് ലോ എന്നാണ് വരുന്നത്. അപ്പോൾ ലെൻസ് ലോ എന്താണെന്നൊന്നും കൂടെ അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. അപ്പം ലെൻസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ the direction of the induced current is such that it opposes the change in the magnetic field that caused. This is why negative sign appears in Faraday's law. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് ആ ഒരു ഇൻഡ്യൂസ് ചെയ്യിക്കുന്ന EMF ഉണ്ടല്ലോ, ആ ഒരു കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിനെയാണ് ലെൻസ് ലോ വെച്ചിട്ട് പറയുന്നത്. ഇത് കാരണമാണ് ആ ഒരു നമുക്ക് വരുന്ന ആ ഒരു കറണ്ട് മാഗ്നറ്റിക് ഫ്ലെക്സിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് നെഗറ്റീവ് സൈന് അപ്പിയേഴ്സ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫൈനൽ എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം സ്റ്റേഷനറി മാഗ്നറ്റ് ആൻഡ് കോയിൽ. അതായത് നിങ്ങളിപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യുക. അതെന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും, അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും. ആൻഡ് പ്ലേസ്ഡ് നിയർ എ കോയിൽ ഓഫ് വയർ. ആ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ബാർ മാഗ്നറ്റ് ഒരു കോയിൽ ഓഫ് വയറിൻ്റെ അടുത്ത് നമ്മൾ വെച്ചു. അപ്പോൾ അവിടെ എന്താണ്? ഒരു കറണ്ടും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ദ കോയിൽ ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ചേഞ്ചിങ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ എന്താണ്? ഒരു ഒരു കോയിലും ഉണ്ട്, ബാർ മാഗ്നറ്റും ഉണ്ട്. പക്ഷെ അവിടെ എന്താണ്? നിയർ ബൈ ആയി വെച്ചെന്നേ ഉള്ളൂ. അവിടെ 0 ആണ് വരുന്നത് കറണ്ട്. ഓക്കെ, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ചേഞ്ചിങ്. ആൻഡ് സെക്കൻഡ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. മൂവിങ് ദി മാഗ്നറ്റിക് ടുവേർഡ്സ് ദ കോയിൽ അല്ലേ. നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു കോയിലിൻ്റെ അടുത്തേക്കായിട്ട് നമുക്ക് മാഗ്നറ്റിനെ ഒന്ന് മൂവ് ചെയ്യിക്കാം. ഇഫ് യു മൂവ് ദി മാഗ്നറ്റ് ടുവേർഡ്സ് ദ കോയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ദ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദി കോയിൽ ഇൻക്രീസസ് അല്ലേ. ആ ഒരു കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതെന്ത് കാരണമാണ്? ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് അറൗണ്ട് ദി കോയിൽ, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദി കോയിൽ ഈസ് ഇൻക്രീസസ്. അതുകൊണ്ടാണ് എന്താണ് ടുവേർഡ്സ് ആയിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ
ഈ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നത്, ഒരു EMF ആ ഒരു കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഫാരഡേ ലോ വെച്ചിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സാമ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് കേട്ടോ. ഫസ്റ്റ് വരുന്നത് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇതന്നെ പറയാം. ഒരു കോയിലും വെച്ച് ഒരു നിയർ ബൈ ആയിട്ട് ഒരു മാഗ്നറ്റ് അതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഓഫ് എൻ ഇലക്ട്രിക് കണ്ടക്ടർ. ലൈക്ക് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്താണ്, ഒരു കോയിലായിട്ടോ ലൈക്ക് ഒരു കോയിലൊക്കെ ഇലക്ട്രിക് കണ്ടക്ടറാണ്. ആ ഒരു ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ആ ഒരു ഇലക്ട്രിക് കറണ്ട് പോകുമ്പോൾ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് കണ്ടക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. By generating a voltage, this is occurs due to the creation of magnetic field around the conductor when current flows through it. ഇതെങ്ങനെയാണ്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സോ നമുക്ക് രണ്ട് തരത്തിലുള്ള ഇൻഡക്റ്റൻസ് ഉണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസും ഉണ്ട് ആൻഡ് ദി മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ചേഞ്ചിങ് കറണ്ട് ഇൻ എ കോയിൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് ടേൺ ഓഫ് ദി കോയിൽ ചേഞ്ചസ്. ഹെൻസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF appears across that coil. This property is called self-induction. Simple term, it is the inductance of a single conductor. ഒരു സിംഗിൾ കണ്ടക്ടറിൽ വരുന്ന ഒരു ഇൻഡക്റ്റൻസിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കണ്ടക്ടറിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ലൈക്ക് ഒരു കോയിലിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്, ദ ചേഞ്ചിങ് കറണ്ട് വിത്തിൻ ദ കണ്ടക്ടർ ഇൻഡ്യൂസസ് എൻ EMF ഇൻ ദി സെയിം കണ്ടക്ടർ. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കറണ്ട് എന്താ, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു സെയിം കണ്ടക്ടർ. അതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് വരുന്ന നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നതിനാണ് ഇവിടെ ഇൻ ടേംസ് ഓഫ് ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ അത് തന്നെ ചെയ്യുന്നത്. ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരു ലെറ്റ്സ് കൺസിഡർ എ ലൂപ്പ് ഓഫ് എ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ക്യാരിയിങ് ഇലക്ട്രിക് കറണ്ട്. ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം, ഇലക്ട്രിക് കറണ്ട് ക്യാരി ചെയ്യുന്ന. ദ കറണ്ട് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് B. അവിടെ എന്താണ്, ഒരു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് കേട്ടോ, B. ദ മാഗ്നറ്റിക് ഫീൽഡ് ഗിവ് റൈസ് ടു എ മാഗ്നറ്റിക് ഫ്ലെക്സ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാകുന്നുണ്ട്. ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലെക്സ് ലിങ്കിങ് ദ ലൂപ്പ് ഈസ് d∅ = B.ds ആയിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. ഇനി ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫോർ എക്സാമ്പിൾ ആൻ അഡ്ജസ്റ്റൻറ്റ് coil carrying a conductor, the Biot-Savart's law tells us that the magnetic field and hence the flux will be proportional to the current I in the loop. That is phi proportional to I or phi is equal to Li. ഇവിടെ L എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ. ഇൻഡക്റ്റൻസിൻ്റെ സിമ്പിളാണ് L വരുന്നത്. ഓക്കെ, ആൻഡ് I is equal to അതിലൂടെ പോകുന്ന കറണ്ട് ആയിരിക്കും. എന്താണ് ഈ ഒരു ലോ വെച്ച് പറയുന്നത്, ബയോട്ട്-സാവാർട്ട്സ് ലോ ഉദാഹരിച്ച് പറയുന്നതാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലെക്സും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആ ഒരു ലൂപ്പിലൂടെ പോകുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസിലാണ് കേട്ടോ ഇത് വരുന്നത്. സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യാം. ആസ് ദി കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് റെസിസ്റ്റ് ദിസ് ചേഞ്ച് ഇൻ കറണ്ട്. അതെന്താണ്, അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ ചേഞ്ച് ചെയ്യുന്നതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുന്നത്, പ്രതിരോധിക്കുന്നത്.
ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓൾസോ കോൾഡ് ദ ബാക്ക് ഇ എം എഫ്. ഓക്കെ. Tell us that the back EMF in a inductor depends on the rate of change of current in it and opposes the change in current. Moreover, since an infinite EMF is not possible, we can say that an instantaneous change in the inductor current cannot occur. Thus, we conclude that current through an inductor cannot change instantaneously. ഇപ്പോൾ എന്താണ്, ഒരു ഇൻഡക്ടറിലൂടെ ഉണ്ടാവുന്ന കറണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. പിന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇൻ ടേംസ് ഓഫ് ഹെൻറിയിലാണ് കേട്ടോ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇൻഡക്റ്റൻസിൻ്റെ അതിപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിലും ഹെൻറിയാണ് വരുന്നത്. യൂണിറ്റ് ഹെൻറി, that denoted H. ഇപ്പോൾ ഇൻഡക്ടർ എങ്ങനെയാണ്, അതിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it occurs when a change in current in one conductor induces an EMF in a nearby conductor. ഇതെപ്പോഴാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുന്നത്? ഒരു കണ്ടക്ടറിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഇ എം എഫ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്തിനെ? നിയർ ബൈ ആയിട്ടുള്ള കണ്ടക്ടറിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു നിയർ ബൈ ആയിട്ടുള്ള കണ്ടക്ടറിലും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യിക്കാൻ കാരണമാകുന്നു. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ട്രാൻസ്ഫോമേഴ്സ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഈ ഒരു എന്താണ് ട്രാൻസ്ഫോമേഴ്സിന് ബാക്കിലുള്ള ഒരു പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ പ്രൈമറി കോയിൽ ഇൻഡ്യൂസസ് എ വോൾട്ടേജ് ഇൻ സെക്കൻഡറി കോയിൽ അല്ലേ. ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ പ്രൈമറി കോയിലിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ചേഞ്ച് ഒരു സെക്കൻഡറി കോയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് എം ആണ് കേട്ടോ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ആണ് വരുന്നത്. സോ ഇക്വേഷൻ വെച്ച് നമുക്ക് നോക്കാം. നോർമലി ദിസ് ഈസ് ദി ഇക്വേഷൻ -m I2 - I1 ഡിവൈഡഡ് ബൈ T. ഓക്കെ, ഇതിൽ എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഇവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ടക്ടറിലുള്ളത്, അതെന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? അതിലൂടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് കറണ്ടിന്, ദാറ്റ് ഈസ് രണ്ടാമത്തെ കണ്ടക്ടറിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് തുല്യമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ സിമ്പിളാണ്. ആൻഡ് I അതിലൂടെ പോകുന്ന കറണ്ട്. Hence, where M is the mutual inductance of the pair of coils, also back EMF induced across the coil. E2 is equal to minus d5 divided by dt. Minus M di dt is equal to minus M I2 minus I1 divided by T ആണ് വരുന്നത്. So, where the current in coil A changes from I1 to I2 in t seconds. ഇവിടെ I2 I1 എന്താണ്? ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുന്നത് അല്ലേ. പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഇൻ കറണ്ടാണ് I2 ആൻഡ് I1 ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് കേട്ടോ. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസണൻറ്റ് ഇൻ ഇലക്ട്രിക് കറണ്ട് അത് എന്തായിരിക്കും? അതിൻ്റെ പീരിയോഡിക്കലി അതിൻ്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡി സി കറണ്ടിനെ വെച്ച് ഡയറക്റ്റ് കറണ്ടിനെ വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇത് വൺ ഡയറക്ഷനിലേക്കായിരിക്കും കേട്ടോ ഫോളോ ചെയ്യുന്നത്. In AC, the voltage and current vary in sinusoidal manner over time, which makes it ideal for power distribution because it can be easily transferred to different voltage levels. So, in ഒരു AC ൻ്റെ ഒരു ഓൾമോസ്റ്റ് ഇനി കൺട്രീസിൽ വരുന്നത്
50 ഹെർട്സ് ടു 60 ഹെർട്സ് വരെയാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഓക്കെ, ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടല്ലോ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജസ് എന്ന് എഴുതിയത്. ഈ ഒരു പിക്ചർ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡയറക്റ്റ് കറണ്ട് ആണ് കേട്ടോ. ദിസ് ഈസ് സെക്കൻഡ് വണ്ണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുന്നത്. ഇതിൻ്റെ വേവ് ഫോം നോക്ക്, ഇത് ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സൈക്കിളിലും അത് ഡിഫറെൻറ്റ് വേവ് ഫോം ആയിട്ട്, ദാറ്റ് ഈസ് അത് ഓൾട്ടർനേറ്റീവ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു വൺ ഡിറക്ഷനിലേക്കാണ് DC പോകുന്നത്. സോ ഇൻ ജനറൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറൻറ്റ്സ് ആർ മാത്തമാറ്റിക്കലി expressed as V is equal to Vm cos omega t. ദറ്റ് ഈസ് അവിടെയുള്ള വോൾട്ടേജ് ആണ് കേട്ടോ, വോൾട്ടേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് അവിടെയുള്ള കറണ്ട് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് I is equal to Im cos omega t ആണ്. Vm and Im are known as the peak values of the alternating voltage and current respectively. VM ഉം IM എന്ന് വെച്ച് കഴിഞ്ഞാൽ, VM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ആണ്. IM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കറൻറ്റിൻ്റെ പീക്ക് വാല്യൂ ആണ് വരുന്നത്. ഇൻ അഡീഷൻ വി ഓൾസോ ഡിഫൈൻ ദ റൂട്ട് മീൻ സ്ക്വയർ, ഇവിടെ ഉണ്ടാവുന്ന വാല്യൂസ് ഓഫ് വോൾട്ടേജ് ഓഫ് ആൻഡ് കറണ്ട് ആസ് VMS ഈസ് ഈക്വൽ ടു VM ഡിവൈഡഡ് ബൈ √2 ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് വോൾട്ടേജ് ആണ് കാണിക്കുന്നത് 0.707 VM ആയിരിക്കും അതിൻ്റെ വോൾട്ടേജിൻ്റെ RMS വാല്യൂ ആയിട്ട് വരുന്നത്. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ 0.707 VM ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻസൊക്കെ ആയിട്ട് വരാം, ഇതൊക്കെ എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു AC സോഴ്സ് ഡിഫറെൻറ്റ് കമ്പോണൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴുണ്ടാവുന്നത് നോക്കാം. ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത് AC സോഴ്സ് വിത്ത് റെസിസ്റ്റർ. അപ്പം AC സോഴ്സ് ആണ് ഒരു AC സോഴ്സ്. V is equal to അതിൻ്റെ വോൾട്ടേജ് ഉണ്ട് Vm cos it is ഇതിൻ്റെ വോൾട്ടേജ് V is equal to Vm cos omega t ആയിരിക്കും കേട്ടോ. ഇതെന്താണ്, റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. In a purely resistive circuit, the current and voltage are in phase. അല്ലേ, അത് രണ്ടും ഫേസിലായിരിക്കും ഉണ്ടാവുന്നത്, ആൻഡ് സെയിം ഫേസിലായിരിക്കും. ആൻഡ് മീനിങ് ദേ റീച്ച് ദെയർ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് അറ്റ് ദി സെയിം ടൈം. ദറ്റ് ഈസ് എന്താണ്, ഈ ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജും കറൻറ്റും അതിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസിൽ സെയിം ടൈം തന്നെ എത്തുന്നുണ്ട്. സോ ദ കറണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഓംസ് ലോ. ഓംസ് ലോ വെച്ച് പ്രകാരം പറയുന്നതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് I is equal to V/R ആയിരിക്കും. അപ്പം ഇവിടെ V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വോൾട്ടേജ്, ആൻഡ് R is the resistance. So power is dissipated in the form of heat in the resistor. അല്ലേ, റെസിസ്റ്ററിൽ ഹീറ്റ്, റെസിസ്റ്റർ ഇപ്പം ഒരു AC സർക്യൂട്ടായിട്ട് ഇത് കോമ്പണൻറ്റുമായിട്ട് റെസിസ്റ്റർ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് പവർ ഉണ്ടാകുന്നത് കേട്ടോ. ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ത് വെച്ചിട്ടാണ്, കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ലുക്ക് ലൈക്ക് നേരത്തെ വരച്ച ആ ഒരു സിമ്പിൾ പിക്ചർ പോലെ തന്നെ കപ്പാസിറ്ററാണ്. കപ്പാസിറ്റർ 2 പാരലൽ പ്ലേറ്റ് then connected with an AC. VM V is equal to Vm cos omega t ഓ അല്ലെങ്കിൽ I is equal to Im cos omega t ഓ എന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. In a purely capacitive circuit, the current leads the voltage by 19 degree. ഒരു പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റർ കണക്റ്റഡ് ചെയ്തിട്ടുള്ള ആ ഒരു സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് ദി വോൾട്ടേജ് ബൈ 19 ഡിഗ്രി. അപ്പോൾ അതൊരു പീക്ക് വാല്യൂവിൽ എത്തിക്കുന്നുണ്ട് കറണ്ട്.
Okay, before the voltage. The current in a capacitor is proportional to the rate of change of voltage. അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്തിന് കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ റേറ്റിന് പ്രൊപ്പോർഷണൽ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, കറണ്ട് എന്താണ് വരുന്നത്? I is equal to C dV/dt. That is C means capacitance ആണ്, the change in voltage into change in time. Okay, that is no power is dissipated in an ideal capacitor. നേരെ റെസിസ്റ്ററിൻ്റെ കേസിലാണെങ്കിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത് റെസിസ്റ്റർ ഒരു ഹീറ്റിൻ്റെ രൂപത്തിലാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് കപ്പാസിറ്റേഴ്സ് പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നത് ഇല്ല, നോ പവറാണ് വരുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് റിട്ടേൺ ടു ദി സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുകയും അത് സർക്യൂട്ടിലേക്ക് കൊടുക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് എ സി സോഴ്സ് വിത്ത് ദ കപ്പാസിറ്റർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ എ സി സോഴ്സ് വിത്ത് ദ കണ്ടക്ടർ ആണ്. എ സി സോഴ്സ് വിത്ത് കണ്ടക്ടർ, എ സി സോഴ്സ് ഇൻ എ പ്യുവർലി ഇൻഡക്ടർ ആണ് കേട്ടോ. പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. The voltage leads the current by 19 degree. That is, the voltage reaches its peak before the current. വോൾട്ടേജ് പീക്കിൽ എത്തുന്നതിന് മുൻപേ അത് എത്തുന്നതിന് മുൻപേ തന്നെ വോൾട്ടേജ് അതിൻ്റെ പീക്കിൽ എത്തുന്നുണ്ട് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ. The current through an inductor is given by V is equal to L into di divided by dt ആയിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വരച്ച ചിത്രം പോലെ തന്നെ ഇവിടെ ഇൻഡക്ടറാണ് വെക്കുന്നത്. ഇൻഡക്ടറിൻ്റെ സിമ്പിൾ ഇതാണ് വരുന്നത്. സോ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ അത് എന്താണ്, കറണ്ട് എത്തുന്നതിന് മുൻപേ തന്നെ ഒരു വോൾട്ടേജ് അതിൻ്റെ മാക്സിമം പീക്ക് ലെവലിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഡക്ടറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ L ഇൻറ്റു di/dt ആയിരിക്കും. L എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഇൻഡക്റ്റൻസിനെയാണ് പറയുന്നത്. കപ്പാസിറ്ററിനെ പോലെ തന്നെ ഇവിടെയും പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു എനർജി ഉണ്ടല്ലോ അത് മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പിന്നീട് സർക്യൂട്ടിലേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇത്രയാണ് ഈ ഒരു എ സി സോഴ്സ് വിത്ത് ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റൻസിൽ പറയാനുള്ളത്. ദിസ് ഈസ് സീരീസ് ഓഫ് LCR സർക്യൂട്ടാണ് കേട്ടോ. സർക്യൂട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, LCR സർക്യൂട്ടിനെ കുറിച്ച്. സോ ഒരു LCR സർക്യൂട്ട് എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? LCR. L എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡക്ടറാണ് ആൻഡ് C ഡിനോട്ടഡ് ആസ് കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ R. അപ്പം LCR ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് മൂന്നും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് an alternating current AC source. This combination of components leads to interesting electrical behavior, particularly in how the voltage and current relate to each other. അപ്പം ഇതിൽ നോക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പിഡൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് Z വെച്ചിട്ടാണ് കേട്ടോ. Z. അപ്പം ദ ടോട്ടൽ ഒപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ഇൻ സീരീസ് LCR സർക്യൂട്ട് ഈസ് കോൾഡ് ദി ഇമ്പിഡൻസ്. LCR സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ആ ഒരു ഫ്ലോ ഓഫ് കറണ്ടിൻ്റെ ആ ഒരു ടോട്ടൽ ഒപ്പോസിഷനെയാണ് നമ്മൾ ഇമ്പിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് R ആൻഡ് ദി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ആൻഡ് ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC. സോ ദ ഇമ്പിഡൻസ് Z ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആയിരിക്കും കേട്ടോ. XC ഹോൾ സ്ക്വയർ ആയിരിക്കും.
അപ്പോൾ ഒരു LCR സർക്യൂട്ടിലുള്ള ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് ഇതാണ്, Z √r² പ്ലസ് XL മൈനസ് XC² ഹോൾ സ്ക്വയർ. അപ്പോൾ XL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ദ ഒപ്പോസിഷൻ ടു കറണ്ട് ഡ്യൂ ടു ദി ഇൻഡക്ടർ അല്ലേ, ഇൻഡക്ടർ കാരണം ഉണ്ടാകുന്ന ഒരു ഒപ്പോസിഷൻ കറണ്ട്. ആൻഡ് ദി കപ്പാസിറ്റർ കാരണം ഉണ്ടാകുന്ന ഒപ്പോസിഷനാണ് XC കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് റെസൊണൻസ്, ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന റെസൊണൻസ്. അപ്പം അറ്റ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി നോൺ ആസ് ദി റെസൊണൻസ് ഫ്രീക്വൻസി, ഒരു പെർട്ടിക്കുലർ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസിനെയാണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ FR ആണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, റെസൊണൻസ് ഫ്രീക്വൻസി ആണല്ലോ, അപ്പോൾ ആറിനാണ് റെസൊണൻറ്റ് ഫ്രീക്വൻസി FR. And the inductive reactance XL and the capacitive reactance XC are equal and cancel each other out. Inductive reactanceും capacitive reactance എന്താണ് ഇവിടെ ഈക്വൽ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യപ്പെടും. സോ ദ റെസൊണൻസ് ഫ്രീക്വൻസി FR is equal to എന്താണ് വരുന്നത്, 1/2π√LC ആയിരിക്കും കേട്ടോ. സോ അറ്റ് റെസൊണൻസ് ദ സർക്യൂട്ട് ബിഹേവ്സ് ലൈക്ക് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. ഈ ഒരു റെസൊണൻസിലാണ് റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ഈ ഒരു LCR സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പിഡൻസ് ഈസ് മിനിമൈസ്, അതിൻ്റെ ഇമ്പിഡൻസ് മിനിമൈസ് ചെയ്യുന്നു. അതിന് ഈ ഒരു ഇമ്പിഡൻസ് മിനിമൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്, കറണ്ട് മാക്സിമൈസ് ആയിരിക്കും. ഇമ്പിഡൻസ് മിനിമൈസ് ചെയ്യാന്ന് വെച്ചാൽ കറണ്ട് മാക്സിമം പീക്കിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം അവിടെ ഉണ്ടാകുന്ന പവർ. ഈ ഒരു LCR സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പവർ എന്തായിരിക്കുന്നത്, പവറിനെ P വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. P is equal to I² R ആയിരിക്കും. That is, the power consumed in a series LCR circuit depends on the resistance, as ideal inductors and capacitors do not dissipate energy. ഈ ഒരു LCR സർക്യൂട്ടിൽ ടോട്ടലി ഈ ഒരു പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസിനെ മാത്രമാണ്. ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും എന്താണ് എനർജി ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ P is equal to I² R ആണ്. അറ്റ് റെസൊണൻസ് ദ പവർ ട്രാൻസ്ഫർ ഈസ് മാക്സിമം. റെസൊണൻസിൻ്റെ ആവുന്ന ടൈമിൽ ഇതെന്താണ് അവിടെ ഉണ്ടാകുന്ന പവർ മാക്സിമത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സീരീസ് LCR സർക്യൂട്ട് ആർ used in filters, oscillators and tuning circuits due to their frequency selective properties. Okay, ഇനി ലാസ്റ്റ് മൂന്ന് ടോപ്പിക്കും കൂടിയേ പറയാനുള്ളൂ. AC ജനറേറ്റർ, DC ജനറേറ്റർ ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്താണെന്ന് പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം AC. വാട്ട് ഈസ് ദ AC ജനറേറ്റർ? ഇപ്പോൾ ഒരു AC ജനറേറ്ററിനെ നമ്മൾ ഓൾട്ടർനേറ്റർ എന്ന് കൂടെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതെന്താണ്, ഈ ഒരു ഡിവൈസ് AC ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസസിനെയാണ് നമ്മൾ AC ജനറേറ്റർ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. പവർ പ്ലാന്റ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് പവർ പ്ലാന്റ്സിൽ? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ AC ജനറേറ്റർ ഈസ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് വരുന്നത്. സോ ഇറ്റ്സ് ഓൾസോ ഇൻ ദ ഫാരഡേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് തന്നെ. വിച്ച് സ്റ്റേറ്റ് ദാറ്റ് എൻ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് is induced in a conductor when it experiences a change in the magnetic field. Okay, so this is ഈ ഒരു AC ജനറേറ്ററിൻ്റെ ഒരു AC ജനറേറ്റർ വരുന്നത്. സോ അതിൻ്റെ ഉള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ വരുന്നത് റോട്ടർ. റോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ആർമേച്ചർ എന്നും കൂടെ പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. ആർമേച്ചർ എന്ന് കൂടെ നമ്മളതിനെ വിളിക്കുന്നുണ്ട്.
ഇതാണ് നമ്മുടെ എ സി ജനറേറ്ററിലെ റൊട്ടേറ്റിംഗ് പാർട്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു കോയിലുണ്ട്, കോയിൽ ഓഫ് വയേഴ്സ്, സോഫ്റ്റ് അയൺ കോയിലാണ് അത് ഉണ്ടാവുന്നത്. ദാറ്റ് റൊട്ടേറ്റ്സ് വിത്തിൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു കോയിൽ ഓഫ് വയേഴ്സ്. സോ കട്ടിങ് ത്രൂ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇൻഡ്യൂസിങ് തന്നെ EMF. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും. അവിടെ അങ്ങനെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നെക്സ്റ്റ് വന്നിട്ട് സ്റ്റേറ്ററാണ്. സ്റ്റേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ട് അത് ചലിക്കാതെ നിൽക്കുന്ന പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, സ്റ്റേറ്റർ. ദിസ് ഈസ് ദി സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി ജനറേറ്റർ. റോട്ടർ ചലിച്ചുകൊണ്ടിരിക്കുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് ആൻഡ് ദി സ്റ്റേറ്റർ. അതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു നെയിമിങ്ങും വരുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് റോട്ടർ എന്നും സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നതിനെ കൊണ്ട് സ്റ്റേറ്റർ എന്നും പറഞ്ഞത്. സോ ഇത് സ്റ്റേഷനറി പാർട്ടാണ് വരുന്നത്. ഇവിടെ എന്താ ഒരു സെറ്റ് ഓഫ് കോയിൽസ് കാണുന്നില്ലേ നിങ്ങൾ, അല്ലേ? ഇത് അറേഞ്ച്ഡ് അറൗണ്ട് ദി റോട്ടറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സെറ്റ് ഓഫ് കോയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദ കേരി ദി ജനറേറ്റഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇവിടെ കണ്ടില്ലേ, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കേരി ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്ററാണ്. ഇവിടെ നമ്മളൊരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി ക്യാരിങ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആൻഡ് ഇനി നമുക്ക് നോക്കാം സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. സ്ലിപ്പ് റിങ്സ് എന്താണ്, ബ്രഷസ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ലിപ്പ് റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു റോട്ടറുമായിട്ടാണ് അല്ലേ ഇവിടെ അറ്റാച്ച് അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന. ആൻഡ് ഇത് റോട്ടറിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്, ദേ പ്രൊവൈഡ് എ കണക്ഷൻ ഫോർ ദി AC കറണ്ട് ടു ഫ്ലോ ടു ദി എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് പോകാനുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്ലിപ്പ് റിങ്സ് ആണ് കേട്ടോ. ആൻഡ് ബ്രഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി ആണ്, അത് അനങ്ങൊന്നുമില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ദി സ്ലിപ്പ് റിങ്സ്. ഒരു സ്ലിപ്പ് റിങ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കണ്ടാൽ അറിയാം, ഇത് സ്റ്റേഷനറി പാർട്ടാണ് ഇവിടെ വരുന്നത്. എന്ത് ഈ ഒരു സ്ലിപ്പ് റിങ്സുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട് അല്ലേ. എന്തിനാണ് ആ ഒരു സ്ലിപ്പ് റിങ്സുമായിട്ട് ഇവിടെ ഒരു കോണ്ടാക്റ്റ് വരുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് അലോ കറണ്ട് ടു പാസ് ത്രൂ ടു എൻ എക്സ്റ്റേണൽ ലോഡ്. ഇവിടെയുള്ള ഒരു എക്സ്റ്റേണൽ ലോഡിലേക്ക് കറണ്ട് പോവാൻ ഈ ഒരു ബ്രഷ് സഹായിക്കുന്നുണ്ട്. AC ഔട്ട്പുട്ടിലേക്ക് ബ്രഷ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു പ്രൈം മൂവർ ഉണ്ട്, ദാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി സച്ച് എ സ്ട്രീം ടർബൈൻ അല്ലെങ്കിൽ വാട്ടർ ടർബൈൻ ഓർ എൻജിൻസ് ഡ്രൈവ്സ് ദി റോട്ടർ. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ ജനറേറ്റിംഗ് മോഷൻ. ഇവിടെ ഒരു എന്തെങ്കിലും ഇത് മോട്ടറിനെ, ഈ ഒരു റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സം കേസ് ഓഫ് സ്ട്രീം ടർബൈൻസോ അല്ലെങ്കിൽ വാട്ടർ ടർബൈനോ അല്ലെങ്കിൽ എൻജിൻസോ ആണ് ഈ ഒരു റോട്ടറിനെ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മോഷൻ ജനറേറ്റ് ചെയ്യാൻ ഇത് എസെൻഷ്യൽ ആണ് കേട്ടോ. ഒരു പ്രൈം മൂവർ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കിംഗ് ഓഫ് എൻ AC ജനറേറ്റർ നമുക്ക് നോക്കാം. വർക്കിംഗ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഫൈനലി നമ്മൾ പറഞ്ഞ ഒരു പ്രൈം മൂവർ ഉണ്ടാവും. അത് എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു എൻജിനോ എന്തെങ്കിലും ആയിരിക്കാം, അത് റോട്ടറിനെ ഡ്രൈവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ, റോട്ടറിന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു ആർമേച്ചറിനെ ഡ്രൈവ് ചെയ്യിക്കും, ദറ്റ് ഈസ് റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ ഒരു സ്റ്റേറ്ററിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു റോട്ടറിനെ അതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്യിക്കും. സോ ഈ നമ്മുടെ റോട്ടർ എന്താവും, സ്പിൻ ചെയ്യുന്നല്ലേ. സ്പിൻ ചെയ്യുമ്പോൾ കോയിൽ മൂവ്സ് ത്രൂ ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ ചേഞ്ചസ്. ആ ഒരു കോയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ്, ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാവുമല്ലോ, അത് ചേഞ്ച് ചെയ്യും. അപ്പം മാഗ്നറ്റിക് ഫ്ലെക്സിൽ ചേഞ്ചസ് വരുമ്പോൾ അപ്പം നിങ്ങൾ ഓർപ്പിച്ചോളാം അവിടെ എന്താണ്, ഒരു EMF, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എന്തെങ്കിലും മാഗ്നറ്റിക് എൻവയൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന ആണെങ്കിൽ അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിൽ ചേഞ്ചസ് വന്നു. സോ ഇറ്റ്സ് ഇൻഡ്യൂസ്ഡ് ആൻ EMF ഇൻ ദി കോയിൽ.
അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ. സോ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി റോട്ടർ കോയിൽസ് ഓൾട്ടർനേറ്റ്സ് അല്ലേ. ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇൻഡ്യൂസ്ഡ് ചെയ്തിരിക്കുന്ന ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇ എം എഫ് ഉണ്ടല്ലോ, അത് ആൾട്ടർനേറ്റ് ചെയ്യും. അതായത് ദ കോയിൽ കണ്ടിന്യൂസ്ലി കട്ട്സ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഒപ്പോസിറ്റ് ഡിറക്ഷൻ. ഈ ഒരു കോയിൽ ഉണ്ടാവല്ലോ, അത് മാഗ്നറ്റിക് ഫീൽഡിനെ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് റിവേഴ്സ് എവറി ഹാഫ് റൊട്ടേഷൻ. നമ്മളിപ്പം എ സിയിൽ എന്താ ഇത് ഇവിടെ വെച്ച് എ സിൻ്റെ സർക്യൂട്ട് വേവ് ഫോം എങ്ങനെ ഇവിടം വരെ വെച്ചു. ഇനിയിപ്പം എന്താണ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് റിവേഴ്സ് എവറി ഹാഫ് സൈക്കിൾ, ഹാഫ് റൊട്ടേഷൻ. ഓരോ റൊട്ടേഷൻ ഹാഫ് റൊട്ടേഷൻ വരുമ്പോഴും അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ വേവ് ഫോം മാറിപ്പോകുന്നു, അതൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. സോ ഓരോ റൊട്ടേഷനിൽ വരുമ്പോഴും അത് റിവേഴ്സ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ ഡയറക്ഷൻ. സോ പ്രൊഡ്യൂസിങ് തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് കാരണം ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ ഓരോ ഹാഫ് സൈക്കിളിലും ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദ ഫ്രീക്വൻസി ഓഫ് ദ എ സി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ദി റോട്ടർ ആൻഡ് ദ നമ്പർ ഓഫ് പോൾസ് ഇൻ ജനറേറ്റർ. അപ്പം ഈ ഒരു നമ്മൾ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എ സിൻ്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സ്പീഡ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു റോട്ടർ തിരിയുമ്പോഴുണ്ടാകുന്നത് അത് എത്രത്തോളം സ്പീഡിൽ കറങ്ങുന്ന ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെയുള്ള സ്പ്ലിറ്റ് റിങ്സും ബ്രഷും എന്താ ചെയ്യുന്നത്? ദ ഇൻഡ്യൂസ്ഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി റൊട്ടേറ്റിംഗ് കോയിൽ ടു ദി എക്സ്റ്റേണൽ സർക്യൂട്ട് ത്രൂ സ്ലിപ്പ് റിങ്സ് ആൻഡ് ബ്രഷസ്. അപ്പോൾ ഇവിടുന്ന് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കറണ്ട് ഉണ്ടല്ലോ, അപ്പം ഈ ഒരു സ്ലിപ്പ് റിങ്സും ബ്രഷസും വഴിയാണ് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, എൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് വേരി സൈനസോയിഡലി വിത്ത് ടൈം പ്രൊഡ്യൂസിങ് എൻ എ സി വേവ് ഫോം, ടിപ്പിക്കലി എ സൈൻ വേവ് ഫോം. അപ്പോൾ നമുക്ക് എന്താണ് ഓരോ ഹാഫ് സൈക്കിളിലായിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള ഒരു വേവ് ഫോം, സൈനസോയിഡൽ വേവ് ഫോം നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദി എ സി ഔട്ട്പുട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എ സി ജനറേറ്ററിൻ്റെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്ന ആ ഒരു റോട്ടറിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് പോൾസ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വേവ് ഫോം, ദ ഔട്ട്പുട്ട് ഓഫ് എൻ എ സി ജനറേറ്റർ ഈസ് ടിപ്പിക്കലി സൈൻ വേവ് അല്ലേ. ഒരു ഇത് നോക്ക്, പിക്ചർ നോക്ക്, ഒരു സൈൻ വേവ് ആണ് വരുന്നത്. It is proportional to the strength of the magnetic field and the number of the turns in the coil and also the speed of the rotor. Okay. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവല്ലോ, അതെന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി ജനറേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഇ എം എഫ് അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Also and the area of the coil of the number of turns and the angular velocity of the coil. Okay. അപ്പോൾ നമുക്ക് ഈ ഒരു എ സി ജനറേറ്ററിൻ്റെ എഫിഷ്യൻസിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് എൻ എ സി ജനറേറ്റർ, ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് ടു മെക്കാനിക്കൽ പവർ ഇൻപുട്ട് അല്ലേ. ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട് ഔട്ട്പുട്ടാണ്, എന്താണ് മെക്കാനിക്കൽ പവർ ഇൻപുട്ടുമാണ് വരുന്നത് എ സി ജനറേറ്ററിന്. ഈ ഒരു എ സി ജനറേറ്റർ സം ഓഫ് ദി ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. പവർ പ്ലാന്റ്സിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ, പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോർട്ടബിൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് പവറിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിൻഡ് ടർബൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ യൂസ് ചെയ്യുന്നത്. വിൻഡ് എനർജീനെ പ്രൈം മൂവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ. ഓക്കെ, അപ്പോൾ എ സി ജനറേറ്റേഴ്സ് ആർ ഫണ്ടമെൻ്റലി പ്രൊവൈഡിങ് ഇലക്ട്രിസിറ്റി ഫോർ ഹോംസ്. പിന്നെ ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദർ എബിലിറ്റി ടു ജനറേറ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് പവർ എഫിഷ്യൻ്റ്ലി ഓവർ ലോങ് ഡിസ്റ്റൻസ് യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോങ് ഡിസ്റ്റൻസിലേക്ക് എ സി ജനറേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട്, അതിൽ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു എബിലിറ്റി. ഓക്കെ,
Okay, their ability to generate and transmit power efficiently over long distance. അപ്പോൾ ഇത്രയൊക്കെയാണ് എ സി ജനറേറ്ററിനെ കുറിച്ച് പറയാനുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡി സി ജനറേറ്റർ. ഡി സി ജനറേറ്ററും ലുക്ക് ലൈക്ക് നമ്മുടെ എ സി ജനറേറ്റർ പോലെ തന്നെയാണ്. ഡി സി ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേഴ്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു direct current. DC electric energy, its working principle is based on Faraday's law of electromagnetic induction, similar to AC generator. ഞാൻ പറഞ്ഞല്ലോ എ സി ജനറേറ്ററിനെ പോലെ തന്നെയാണ് ഒരു ഡി സി ജനറേറ്റർ ലുക്ക് ലൈക്ക്. സോ ബട്ട് വിത്ത് മെക്കാനിസം ടു എൻഷുർ ദ ഔട്ട്പുട്ട് ഇസ് യൂണിഡയറക്ഷണൽ ആയിരിക്കും. മറ്റേത് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിളിലാണ് വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ആൻഡ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. ആൻഡ് ഇത് ഒറ്റൊരു ഡിറക്ഷനിൽ യൂണി ഡിറക്ഷനിലായിരിക്കും ഡി സി ഔട്ട്പുട്ട് വരുന്നത്. ദാറ്റ് മീൻസ് എന്താണ് ഡി സി ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും യൂണി ഡിറക്ഷനിലായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് the DC generator works on the principle of that an electromotive force EMF is induced in a conductor when it moves through a magnetic field. When the conductor cuts through the magnetic field lines and an EMF is generated according to Faraday's law. However, the construction of DC generator ensures that this induced EMF produces a unidirectional current. അതായത് മാഗ്നറ്റിക് എൻവയൺമെൻറ്റിൽ ഒരു ചേഞ്ചസ് വന്നപ്പോൾ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഇവിടുത്തെയും സെയിം പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു യൂണി ഡിറക്ഷണൽ കറണ്ട് ആയിരിക്കും. അപ്പം ഡി സി ജനറേറ്ററിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫീൽഡ് പോൾസ് ഇതാണ് കേട്ടോ സ്റ്റേറ്ററായിട്ട് വരുന്നത്. ദിസ് പാർട്ട് പ്രൊവൈഡ്സ് എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇതാണ് ഫീൽഡ് പോൾസ് ആണ് നമ്മുടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സോ അതവിടെ തന്നെ ആയിരിക്കും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈതർ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഓർ ഇലക്ട്രോ മാഗ്നറ്റ്സ് ടു ക്രിയേറ്റ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ എന്താ ഫീൽഡ് പോൾസിൻ്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ന്യൂട്ടൺസ് ഓഫ് പോൾസ് ഇതായിരിക്കും ഇവിടെ സ്റ്റേറ്ററായിട്ട് നിൽക്കുന്ന ഈ ഒരു ഫീൽഡ് പോൾസ്. നേരത്തെ അവിടെ സ്റ്റേറ്ററായിട്ട് നിന്നതിന് പകരം ഇവിടെ സ്റ്റേറ്റർ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഫീൽഡ് പോൾസ് ആയിരിക്കും. എൻ്റെ ആർമേച്ചർ ഓൾസോ ഇൻ റോട്ടറാണ് ആർമേച്ചർ വരുന്നത്. ആർമേച്ചർ കൺസിസ്റ്റ് ഓഫ് എ കോയിൽ ഓഫ് വയർ ദാറ്റ് റൊട്ടേറ്റ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഒരു ഇ എം എഫ് ഈ ഒരു ആർമേച്ചർ വൈൻഡിങ്സിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇനി കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. കമ്മ്യൂട്ടേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ കോമ്പണൻറ്റ് ഇൻ ദി ഡി സി ജനറേറ്റർ. ഡി സി നേരത്തെ കമ്മ്യൂട്ടേറ്റേഴ്സ് സ്പ്ലിറ്റ് റിങ്സ് ആണ് കേട്ടോ. ഇത് രണ്ട് ഹാഫായിട്ടാണല്ലോ ഉള്ളത്. മറ്റേത് സ്ലിപ്പ് ആണെങ്കിൽ ഇത് സ്പ്ലിറ്റ് റിങ്സ് ആണ്. കമ്മ്യൂട്ടേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ കീ കോമ്പണൻറ്റ് എന്നാണ് ഈ ഒരു ഡി സി ജനറേറ്റേഴ്സിൽ. കമ്മ്യൂട്ടേറ്റർ ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് റെക്ടിഫൈസ് ദി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി ഇൻഡ്യൂസ്ഡ് ഇൻ ദി ആർമേച്ചർ വൈൻഡിങ്സ് ഇൻ ടു ഡയറക്റ്റ് കറണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കുന്നത് ഈ ഒരു സ്പ്ലിറ്റ് റിങ്സ് തന്നെയാണ്. കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. അതായത് എ സി ആർമേച്ചർ വൈൻഡിങ്സിൽ വരുന്ന ഇവിടുന്ന് വരുന്ന ഈ ഒരു ആർമേച്ചറിന് വരുന്ന എ സി കോമ്പണൻറ്റിനെ എന്താണ് ഈ ഒരു സ്പ്ലിറ്റ് റിങ്സ് ആണ് ഡി സി ആക്കിയിട്ട് മാറ്റുന്നത്. റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. എ സിയിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് ഡി സി ആക്കുന്നത് എന്താണ് ഈ ഒരു സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഇതെന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്യുന്നത്? കോപ്പർ വയേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇത് റോട്ടറുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് റിവേഴ്സ് ദി ഡിറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദി ആർമേച്ചർ വൈൻഡിങ് വിത്ത് ഈച്ച് ഹാഫ് ടേൺ ഓഫ് ദി കോയിൽ ടു കീപ് ദി കറണ്ട് ഫ്ലോയിങ് ഇൻ വൺ ഡിറക്ഷൻ. അത് ഓരോ ഹാഫ് സൈക്കിൾ മൂവ്മെൻറ്റിലും അത് വൺ ഡിറക്ഷനിലേക്ക് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്മ്യൂട്ടേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട് ത്രൂ എക്സ്റ്റേണൽ സർഫേസിലേക്ക്. സോ ബ്രഷസ് ഉണ്ട്. ഓൾസോ കാർബൺ ബ്രഷസ് ഉണ്ട് ഇവിടെ. കാർബൺ ബ്രഷസ് സ്റ്റേഷനറി ആണ്. റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടറുമായിട്ടാണ് അത് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ് ട്രാൻസ്ഫർ ദ ഡി സി ഔട്ട്പുട്ട് ടു ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഓക്കെ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു വൈൻഡിങ്സിൽ. സോ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് ഉണ്ടാക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് നേച്ചർ ഉള്ളതാണ്. സോ ദ ആർമേച്ചർ റൊട്ടേറ്റ്സ് ടു ഡിഫറെൻറ്റ് പൊസിഷൻ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ പിന്നീടുള്ള ആ ഒരു സ്പ്ലിറ്റ് റിങ്സ് ഉണ്ടല്ലോ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ, ഈ ഒരു കമ്മ്യൂട്ടേറ്റർ ഇവിടുത്തെ കറണ്ടിനെ എന്താക്കുന്നുണ്ട്, ആർമേച്ചർ വൈൻഡിങ്സിനെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. സോ വിത്ത് ദ എക്സ്റ്റേണൽ സർക്യൂട്ട് അറ്റ് ഈച്ച് ഹാഫ് ടേൺ, ഓരോ ഹാഫ് ടേണിലും അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. സോ ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദി ഡിറക്ഷൻ ഓഫ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി എക്സ്റ്റേണൽ ലോഡ് ഓൾവേസ് ഇൻ ദി സെയിം ഡിറക്ഷൻ. ഒരു കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു കറണ്ടിനെ ഒരു യൂണിറ്റ് ഡിറക്ഷനിലേക്ക് മാറ്റുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ലോഡിലേക്ക് കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും, ടോട്ടലി ദിസ് ഈസ് ഇൻ ദ യൂണിറ്റ് ഡിറക്ഷനിലായിരിക്കും കേട്ടോ വരുന്നത് ഡി സി. സോ ദ ഔട്ട്പുട്ട് ഈസ് പൾസേറ്റിംഗ് ഡി സി. ശരിക്കും നമുക്ക് ഒരു വേവ് ഫോം വെക്കാന്നുണ്ടെങ്കിൽ ഇത് പൾസേറ്റിംഗ് ആയിരിക്കും അല്ലേ. നോർമൽ അതിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നോയ്സൊക്കെ മാറ്റുന്നത് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് എല്ലാം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു ഇയർ റെക്ടിഫൈങ് സർക്യൂട്ടിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള അവിടെ പൾസസ് ഒക്കെ പോയിട്ട് സ്മൂത്തായിട്ട് വരുന്നുണ്ട്. സോ യൂണിറ്റ് ഡിറക്ഷൻ ബട്ട് varies in magnitude. The use of multiple coils and commutator segments smoothen the pulsation. Okay. ഇനിയിപ്പോൾ ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് പറയുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റഡ് ഉണ്ട്, സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഡി സി ജനറേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എന്താണ് പറയുന്നത്, ബാറ്ററി ചാർജിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രോ പ്ലാറ്റിങ്, അതായത് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അതാണ് ഒരു ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡി സി ജനറേറ്റേഴ്സ്. വെൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്മോൾ പവർ സോഴ്സ് ലൈക്ക് എമർജൻസി ജനറേറ്റേഴ്സിൽ, ബേക്കപ്പ് സിസ്റ്റത്തിലൊക്കെ ബാറ്ററി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഡി സി ജനറേറ്ററിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. സോ സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ ബിഫോർ ദ വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഓഫ് എ സി സിസ്റ്റം. അപ്പോൾ ഇത് ദേ ആർ സ്റ്റിൽ യൂസ്ഡ് ഇൻ സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻ വർ ഡി സി പവർ ഇസ് നീഡഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. സോ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഈസ് an electrical device that transfers electric energy between two or more circuits through electromagnetic induction. It is used to step up, അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ഡിക്രീസ് ചെയ്യുക എന്തിൻ്റെ വോൾട്ടേജ് ലെവൽസ് ഇൻ ഓൾട്ടർനേറ്റീവ് കറണ്ട്. സോ ഇറ്റ് മേക്ക് ഇറ്റ് ക്രൂഷ്യൽ ഫോർ ദി എഫിഷ്യൻറ്റ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ദ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് ഓൺ ദ ഫാരഡേസ് ലോ ഓഫ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇത് പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് പ്രൈമറി വൈൻഡിങ്സിൽ അതിൻ്റെ ടേൺസിന് എൻ പി ടേൺസ് എന്ന് പറയുന്നത്, സെക്കൻഡറി വൈൻഡിങ്ങിൽ എൻ എസ് ടേൺസ് ആണ്. സോ വർക്കിംഗ് നമുക്കൊന്ന് നോക്കി വെക്കാം. ഫസ്റ്റ് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ദാറ്റ് ഈസ് ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ട്രാൻസ്ഫോമർ കോറിൽ ഇവിടെ കണ്ടോ, ഈ ഒരു ഇവിടെ കോറിൽ ഉണ്ടാകുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് എൻ എ സി വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്. ഇതെന്താണ്, ഇവിടെ ഒരു സെക്കൻഡറി വൈൻഡിങ് ആണ് വരുന്നത്. ഇവിടെ ഒരു എ സി വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി വൈൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസിനെയാണ് എന്താ സെക്കൻഡറി വൈൻഡിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആൻഡ് ടു ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും ഉണ്ടാകുന്നത്, വോൾട്ടേജ് V2 ഡിവൈഡഡ് ബൈ V1, അതായത് വോൾട്ടേജ് ഇൻ സെക്കൻഡറി കോയിൽ divided by V1 is equal to N2 divided by N1 ആയിരിക്കും കേട്ടോ. So V1, V2 are the voltages in the primary and secondary windings, and N1, N2 are the
നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് റെപ്രസെൻറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ആണ്. ജസ്റ്റ് and the number of turns of secondary winding greater than in primary winding is step up transformer ലാണ്. Increase voltage from the primary to the secondary side commonly used in power plants to step up voltage for long distance transmission. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ് വോൾട്ടേജ് ഫ്രം ദ പ്രൈമറി ടു ദി സെക്കൻഡറി. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലുള്ള ആ ഒരു വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. യൂസ്ഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു റെഡ്യൂസ് ഹൈ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ടു യൂസബിൾ ലെവൽസ് ഫോർ ഹോംസ് ആൻഡ് ബിസിനസ്. ഹോംസ് ആൻഡ് ബിസിനസ് ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രാൻസ്ഫോമേഴ്സ് വരുന്നത്. നമ്മുടെ ഈ ഒരു എൻ്റയർ ഇലക്ട്രിക്കൽ ഇതിൽ ഒരു എസെൻഷ്യൽ പാർട്ട് തന്നെയാണ് ട്രാൻസ്ഫോമേഴ്സ് എന്താണ് ഉൾക്കൊള്ളുന്നത്. സോ ഇനേബിളിംഗ് എഫിഷ്യൻറ്റ് എനർജി ട്രാൻസ്ഫർ ഫ്രം ജനറേഷൻ പ്ലാന്റ്സ് ടു ഹോംസ് ആൻഡ് ബിസിനസ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പം ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു.